നയനാറായിട്ട് ആ മുഖ്യമന്ത്രിയോട് ചോദിക്കാം. അത് വളരെ കത്തിപ്പോയി, വളരെ അത് ഇന്നൊക്കെ വൈറലായിപ്പോയി. EMSന്റെ കാര്യത്തിൽ നീലിന് ഓർമ്മയുണ്ട്. ഇത് EMS നമ്മുടെ സ്വഭാവം, ഈ EMS പെട്ടെന്ന് മനസ്സിലാക്കുന്ന ടെക്നോളജി. അപ്പോൾ അത് 15 മിനിറ്റിന്റെ ഒരു റെക്കോർഡിംഗ് ആണ്. EMS ഒരു വിഷയം എടുത്തിട്ട് അതിനെപ്പറ്റി ഒരു അവലോകനം സംസാരിക്കും 15 മിനിറ്റ്. ഈ ഏഷ്യാനെറ്റിന്റെ ഈ ഒരു മാറ്റത്തിൽ അങ്ങ് സങ്കടം ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും സങ്കടമുണ്ട്. പക്ഷെ അത് എനിക്ക് അതിപ്പോൾ ഒരു കുറേ ഇപ്പോൾ ഞാനിപ്പോൾ വിട്ടിട്ട് ഇപ്പോൾ 25 കൊല്ലമായില്ലേ. എന്നാലും ഈ ഒരു കഴിഞ്ഞൊരു 5-10 കൊല്ലത്തിലാണ് ഒരു രൂക്ഷമാവുന്നത്. അപ്പൊ എന്റെ അത്ഭുതം അത് ഇതിനു മുമ്പേ രൂക്ഷമായി പോയില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാന്നുള്ളതാണ്. ഒറ്റ മാധ്യമ സ്ഥാപനമില്ല എന്നുള്ളതാണ് സത്യം. എടുത്തു പറയാൻ ഒന്നുമില്ല. ചിലർ ഭേദമാണ്, ചിലർ മോശമാണ്, ചിലർ വളരെ അധപ്പതിച്ചു പോയി എന്ന് പറയാന്നല്ലാതെ ഇതൊരു മാതൃകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിനെ പറ്റിയോ ഒരു പേപ്പറിനെ പറ്റി എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ മാറിപ്പോയി. ഈ സർക്കാരിനെതിരായിട്ട് ഈ ഇലക്ഷൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു റെക്കോർഡ് 3ാമത്തെ ടേമിനുള്ള ഒരു പുറപ്പാടാണ്. അതിൽ ഇത് സക്സീഡ് ഉണ്ടാക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ കാലാവധി ഏകദേശം കഴിയാറായി തുടങ്ങിയില്ലേ എന്ന് എനിക്ക് സംശയം. ഒരു മീഡിയമായിട്ട് ഇപ്പോൾ ഇനി പുതിയ മീഡിയമാണ് ഡിജിറ്റൽ മീഡിയം. ഇപ്പോൾ ബിജുവിൻ്റെ ഒക്കെ പലരും ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിലേക്ക് കടന്നു. മറ്റൊന്ന് പറയുമ്പോൾ ഈ മാധ്യമപ്രവർത്തകരുടെ ഈ ഒരു അന്തസാര ശൂന്യതയും അതൊക്കെ പറയുമ്പോഴും ഈ ഒരുതരം ചരിത്രത്തിൽ ഇല്ലാത്ത വിധം മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു, അപഹസിക്കപ്പെടുന്നു, അങ്ങനെ ഒരു കാലവും കൂടി സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ അപകടകരമായ അത് ചൂണ്ടിക്കാട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രോണ്ടിയേഴ്സ്, ഈ ഫ്രീഡം ഓഫ് പ്രസ് ഇൻഡെക്സ് വളരെ താഴെ, അവരുടെ റിപ്പോർട്ട് താഴെയാണ് നമ്മൾ 160. അതുകൂടാതെ അവരുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നത് അവർ പ്രത്യേകം കാണിക്കുന്നത് ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല, അപകടകരമാണ്. ടെലിവിഷൻ്റെ ഒരു സംസ്കാരം എന്നൊക്കെ നമ്മൾ വലിയ ഭാഷയിൽ പറയുന്നതിൻ്റെ ഒരു തുടക്കം ഏഷ്യാനെറ്റാണ്. അതിലിപ്പോൾ ഒരു നിര വളരെ ഒരു കാലത്തിൻ്റെ ഒരു ക്രീം എന്ന് പറയാവുന്ന ആളുകളായിരുന്നു അതിൽ നിറയെ ഉണ്ടായിരുന്നു. ജേർണലിസ്റ്റിക് ഡെസ്കിലായാലും പുറത്തായാലും അതിൻ്റെ ഗസ്റ്റ് എഡിറ്റോറിയൽ ആയാലും ഒക്കെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു. ഒപ്പം തന്നെ ഈ EMS, K നായനാർ ഇവരൊക്കെ നിറഞ്ഞു നിന്നൊരു കാലമാണ്. K ജയേന്ദ്രനെ പോലുള്ള ഇന്നും ഓർക്കപ്പെടുന്ന റിപ്പോർട്ടിങ്ങിന്റെ ഒരു മാസ്റ്റർ ഫിഗർ എന്നൊക്കെ പറയാവുന്ന ആളാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും വാർത്താ ശൃംഖലയിൽ എല്ലാവരും പ്രിന്റിൽ നിന്നാണ് വന്നത്. ജയേന്ദ്രനായാലും നീലനായാലും തോമസ് ആയാലും എല്ലാവരും. ഇന്നിപ്പോ ഈ ടെലിവിഷന്റെ മഹാരഥന്മാരൊക്കെ അവിടെ തുടങ്ങിയവരാണ് നമ്മുടെ കേരളത്തിലെ ചാനൽസ്. പിന്നെ അവർ പ്രത്യേകം അതിൻ്റെ CEOs ആയി മാറുക, അല്ലെങ്കിൽ അവർ സ്വന്തം ചാനലുകൾ തുടങ്ങി. അത് അവരെ കൊണ്ടൊക്കെ നമുക്കൊരു ദൃശ്യമാധ്യമ ശൈലിയിലേക്ക് അവരുടെ ചിന്താഗതി മാറ്റിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്കൊന്ന് നമ്മുടെ ഒരു വലിയൊരു നേട്ടം. അതെൻ്റെ ഒരു ദൃശ്യമാധ്യമത്തിനോടുള്ള ഒരു സമീപനം, അതിൽ പ്രവർത്തിച്ച എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം അതിൽ ഹാസ് ബീൻ യൂസ്ഫുൾ എന്ന് വേണം കരുതാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ സക്രിയ ഉണ്ടായിരുന്നു, BRP ഭാസ്കർ ഉണ്ടായിരുന്നു, ഗോപൻ ഉണ്ടായിരുന്നു. ഗോപനും സക്രിയൊക്കെ സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിച്ചിട്ടാണ് ഡൽഹി വിട്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെ. അപ്പൊ എനിക്ക് എൻ്റെ മറ്റ് വർഗീസ് കൂടാതെ ഇവരുടെ ഈ ഒരു ഉത്തരവാദിത്ത ബോധമുണ്ട്. ഇത് പൊളിഞ്ഞുമായി ഇവരൊക്കെ അതെ അവര് ഗോപനൊക്കെ അന്ന് വളരെ സക്സസ്ഫുൾ ജേർണലിസ്റ്റ് ആണ്. സക്രിയ അത് വളരെ അവിടെ നല്ല എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പുള്ളതായതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ നിന്നാണ് നമ്മുടെ കാറ്റഗറീസ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നത് മിക്കവാറും ചാനലുകളിലും ഇത് തന്നെ അനുകരിച്ചിട്ടാണ് പ്രോഗ്രാംസ് വരുന്നത്. ഇതേ കാറ്റഗറീസാണ്. നമ്മുടെ ഒരു കോമഡി, നമ്മൾ കോമിക് കൊള്ളാന്ന് വിളിക്കുമായിരിക്കും, അതിൻ്റെ ചായ വേറെയായിരിക്കും. അല്ലെങ്കിൽ സിനിമയാസ്പദമാക്കിയുള്ള പല പ്രോഗ്രാംസ്, അല്ലെങ്കിൽ നേർക്ക് നേർന്നുള്ള ശ്രീകണ്ഠൻ നായർ പിന്നെ അതൊരു ട്രേഡാക്കി ഒരു ബ്രാൻഡാക്കി മാറ്റി. അങ്ങനെ പിന്നെ ആദ്യമൊക്കെ മാധവിക്കുട്ടി കൊണ്ടൊരു പ്രോഗ്രാം ചെയ്യിച്ചിരുന്നു. ഈ പറഞ്ഞ പോലെ മാധവിക്കുട്ടി എടുത്ത് ഓരോ
ഒരു 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 മനുഷ്യർ 5-10 പേര് പല കാര്യങ്ങളും ചോദിക്കാം. അവരുടെ വളരെ കൗതുകമായ ഉത്തരങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ നയനാറായിട്ട് ആ മുഖ്യമന്ത്രിയോട് ചോദിക്കാം, അത് വളരെ കത്തിപ്പോയി. അത് ഇന്നൊക്കെ വൈറലായിപ്പോയി. EMSന്റെ ഒരു കോളം എല്ലാ ആഴ്ചയും അതൊക്കെ ഭയങ്കര. EMSന്റെ കാര്യത്തിൽ നീലിന് ഓർമ്മയുണ്ട്. ഇത് EMS നമ്മുടെ സ്വഭാവം, ഈ EMS പെട്ടെന്ന് മനസ്സിലാക്കുന്ന ടെക്നോളജി. അപ്പോൾ അത് 15 മിനിറ്റിന്റെ ഒരു റെക്കോർഡിംഗ് ആണ്. EMS ഒരു വിഷയം എടുത്തിട്ട് അതിനെപ്പറ്റി ഒരു അവലോകനം സംസാരിക്കും 15 മിനിറ്റ്. അപ്പോൾ ആദ്യം സംസാരിച്ചപ്പോൾ നീലിനാ കൂടെ പോയിരുന്നത്. അപ്പോൾ നീലൻ പറഞ്ഞത് എനിക്ക് എന്നോട് ഒരു 7 മിനിറ്റ് ആയപ്പോൾ ഒരു കട്ട് എന്ന് പറയും. ഒന്നാമത് ബാറ്ററി മാറ്റാൻ, അത് മാത്രമല്ല അപ്പം നമുക്കൊരു കമേഴ്ഷ്യൽ ബ്രേക്ക് പോലെ നമ്മുടെ പ്രൊമോ ബ്രേക്ക് അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യും. ആദ്യത്തെ 2 തവണ റെക്കോർഡ് ചെയ്ത ശേഷം EMS തന്നെ അത് പുള്ളിയുടെ ഇതിലേക്ക് വന്ന് ഉൾക്കൊണ്ടുപോകും. എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. കട്ട് പുള്ളി തന്നെ പറയും. ഇത് കുറച്ച് പുള്ളി തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള ചില കൗതുക വളരെ ഇൻട്രസ്റ്റിംഗ് ഇവരുടെ സൈഡ് ലൈറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, ഈ EMSന് ഇതിനെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട്. ആദ്യം 2 പ്രാവശ്യം ചെയ്തോട് മനസ്സിലായി. 7 മിനിറ്റ് കഴിയുമ്പോൾ കട്ട് പറയും. പുള്ളി തന്നെ പറയാം, നിങ്ങൾ ഇപ്പോഴും നമ്മളെ ഈ ബൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ സമയബോധം ഇല്ലാതെ ഇങ്ങനെ പറയും. പക്ഷേ EMSനകത്ത് 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി എഴുതി വായിക്കൊന്നുമല്ല. പുള്ളി മനസ്സിൽ കരുതി കൃത്യം അതെങ്ങനെ, അത് എന്താ പറയുക, ഒരു ഇൻഹ്യൂമൻ ഒരു എക്സ്ട്രാ ഹ്യൂമൻ എഫേർട്ടാണ്. ഇപ്പോഴും എനിക്ക് മനസ്സിലായി. കറക്റ്റ് 15 മിനിറ്റ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ. നമുക്ക് ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നല്ലാതെ 15 മിനിറ്റ് നമുക്കങ്ങനെ കട്ട് ചെയ്ത് ചുരുക്കേണ്ട പണികളൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ പറഞ്ഞ കട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ആ കട്ടെന്ന് ആ വാക്ക് എടുത്ത് കളഞ്ഞിട്ട് പ്രൊമോ ഇടുക, സംപ്രേഷണം ചെയ്യുക. പലപ്പോഴും നമ്മളത് ചിലരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഇന്നും നമ്മളെ പലർക്കും അതൊന്നും ഇല്ല. സാധാരണ രാഷ്ട്രീയ അല്ലെങ്കിൽ വാചാലരാകും കാണുമ്പോൾ അവരങ്ങ് വാചാലരാകും. പക്ഷെ ഇത് അങ്ങനെയാണ്. കൃത്യം അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. ഭയങ്കര സാധ്യ കഴിവാണ്. പിന്നീട് ഈ കൈരളി തുടങ്ങുന്നു കേരളത്തിൽ, അതിൻ്റെയൊക്കെ ഒരു ആലോചനയിൽ അങ്ങ് ഉണ്ടായിരുന്നു ഈ കൈരളിയുടെ ഒക്കെ തുടക്കത്തിൽ എന്നുള്ളത്. ആ കൈരളി തുടക്കത്തിൽ ഏഷ്യാനെറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പോലെ തന്നെ കൈരളിയുടെ തുടക്കവും ഒരു ചേഞ്ച് ആയിരുന്നു അതിൻ്റെ ഉടമസ്ഥതയുടെ കാര്യത്തിലായാലും. തീർച്ചയായും. ഓക്കെ, ഒരു ഇടതുപക്ഷ ചാനൽ എന്ന് ഏഷ്യാനെറ്റ് ബ്രാൻഡ് ചെയ്യപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെയാണ് കൈരളി എന്ന ഒരു പാർട്ടിയുടെ തന്നെ ഒരു മുൻകൈയിലൊരു ചാനൽ ഉണ്ടാകുന്നത്. പക്ഷേ കൈരളി ആ വൃത്തത്തിൽ അതിൻ്റെ ഒരു ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താ പറയണ്ടത്? ഒരു ഇടതുപക്ഷ ചാനൽ ഇടതുപക്ഷ പാർട്ടികൾ നടത്തുന്നത് കൊണ്ട് ചാനൽ ഇടതുപക്ഷമാകുമോ? അല്ല, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇടതുപക്ഷ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കൈരളി സക്സസ്ഫുൾ മോഡലാണ്. അതെ. പക്ഷെ അത് സക്സസ്ഫുൾ മോഡൽ ആവുന്നത് തന്നെ ഒരു എക്സെപ്ഷനാണ് സത്യം പറഞ്ഞാൽ. സാധാരണ രീതിയിൽ ഒരു പാർട്ടി ചാനലായിട്ട് നടത്തി പോകുമ്പോൾ അത് വളരെ ചുരുങ്ങിപ്പോവും അതിന്റെ എന്താ പറയുക വിഷനും. കൈരളിക്ക് ലക്കിലി അതിൽ ബ്രിട്ടാസിനെ പോലെ ആൾ വന്നു. ബ്രിട്ടാസിന് അറിയാമായിരുന്നു ഇത് പാർട്ടി ആണെങ്കിലും ഇതിനൊരു ലാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ബ്രിട്ടാസിന്റെ സ്വന്തം പ്രോഗ്രാംസ് കൂടാതെ തന്നെ പിന്നെ ചന്ദ്രശേഖർ അങ്ങനെ പിന്നെ നിങ്ങളുണ്ടായിരുന്നു അവിടെ. സോ ഇതിനെപ്പറ്റി ഇത് നമുക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്നുള്ളൊരു കൃത്യമായിട്ട് ബോധം ഉള്ളവരാണ് ചെയ്തത്. അതുകൊണ്ട് അത് അങ്ങനെ ഒരു വലിയ പാളിച്ച ഇല്ലാതെ മുന്നോട്ട് പോയി. ഏഷ്യാനെറ്റിൻ്റെ ഇടത് സ്വഭാവം ഇപ്പോഴില്ല. അത് ഒഴിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. പ്രധാന ചോദ്യം തന്നെയാണ് അത്. ഇപ്പോഴും പറയുമ്പോൾ ആളുകൾ ശശികുമാർ ഏഷ്യാനെറ്റ് എന്ന് പറയും, പഴയ കാര്യങ്ങൾ പറയും. ഈ ഏഷ്യാനെറ്റ് അല്ല ആ ഏഷ്യാനെറ്റ് അല്ല. പക്ഷെ ഇത് താങ്കളുടെ കുഞ്ഞാണ്. അതെ, പ്രവർത്തിച്ചവരും ഇപ്പോൾ പ്രവർത്തിക്കുന്നവരും പലരോടും എനിക്ക് വളരെ എന്താ പറയുക സൗഹൃദവും. ഐ ലൈക്ക് ദം. ദേ ആർ ഓൾ ബ്രൈറ്റ് പീപ്പിൾ. പക്ഷെ അതിൻ്റെ എഡിറ്റോറിയൽ പോളിസി അവരല്ലോ തീർച്ചയായും നിശ്ചയിക്കുന്നത്. അത് അതിൻ്റെ ഉടമസ്ഥത മാറി. അതിൻ്റെ ഉടമസ്ഥത സ്വാഭാവികമായിട്ടും ഇപ്പോൾ BJP പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് നാച്ചുറലി അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ പ്രചരിപ്പിക്കണമെന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അത് നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. അതിന് വിസമ്മതമുള്ളവർ എന്നാലും കുറേ കാലം അത് നടത്തിയില്ല അദ്ദേഹം, അതും പറയണം. കാരണം ഇതിൻ്റെ സ്വഭാവം നമ്മൾ ഇതൊക്കെ വളരെ മുമ്പ് ഇങ്ങനെ വരുന്നു ഉദ്ദേശിച്ചു, പക്ഷെ അത് നടന്നില്ല. അതിന്
അവിടെ ഒന്നാമത് അവിടെ ഉള്ളവരൊക്കെ നമ്മുടെ ആൾക്കാർ ഈ ഒരു പാരമ്പര്യം അവരൊന്നും പിരിച്ചുവിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒന്ന് ചിലപ്പോൾ അതിൻ്റെ ചാനലിൻ്റെ നിലനിൽപ്പിനെ അതിൻ്റെ സക്സസ്സിന്, കാരണം അന്ന് ഏഷ്യൻ അതിന് ടോപ്പ് ഓഫ് ദി ചാർട്ട് അതിനെ ബാധിക്കുമെന്ന് എന്നുമായിരിക്കാം. അല്ലെങ്കിൽ ഇത് അങ്ങനെ പോട്ടെ എന്നുള്ള അതിൻ്റെ കാരണം എനിക്കറിയില്ല, അത് ചെയ്തു വരും. പക്ഷെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇത് പക്ഷേ ഇത് അതുപോലെ നിന്ന് പോകുന്നുണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്കതിനെ പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും അത്ഭുതത്തോടെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇപ്പം അതിൻ്റെ മാറി എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് അത് അതിൻ്റെ സ്വഭാവം ഇതാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് അങ്ങനെയാണ്. പക്ഷെ അതാണ് ഒരു ജനാധിപത്യ ജനാധിപത്യത്തിൻ്റെ രീതി. ഒരു ചാനലിൽ നിന്നും നമുക്ക് എല്ലാ വ്യൂ പോയിന്റ്സും കിട്ടില്ല. ഐഡിയോളജിക്കൽ വ്യൂ പോയിന്റ്. കൈരളിയിൽ നിന്ന് നമുക്ക് ഒരു ഇടത് വീക്ഷണം, ഒരു കാര്യത്തിന് ഒരു കാര്യത്തെപ്പറ്റി ഒരു ഇടത് വീക്ഷണം, അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൻ്റെ രീതി എന്തായിരിക്കണം, അതിൻ്റെ എത്തിക്സ് എന്തായിരിക്കണം, മൊറാലിറ്റി എന്തായിരിക്കണം, പൊളിറ്റിക്കൽ മൊറാലിറ്റി. അതേപോലെ മറ്റേ എൻഡിൽ നമുക്ക് ഏഷ്യാനെറ്റ് അത് ചിലപ്പോൾ ഒരു വലുതായിരിക്കും. അതിൻ്റെ ഇടയിലും ഒന്നും ഒരുപാടുണ്ടാവും. ഇപ്പോൾ ഏറെ BJP ചാനലുണ്ടാവും, ഇതുണ്ടാവും. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതൊരു ബ്രെത്ത് ഓഫ് സ്പേസ് ആണ്. അതാണ് ഒരു ജനാധിപത്യ മാധ്യമ എന്താ പറയുക സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിലെന്താണ് നമുക്ക് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ആചാരങ്ങൾ അല്ല, നമ്മുടെ വിശ്വാസങ്ങൾ പുലർത്തുന്നത് അല്ലെങ്കിൽ അത് പ്രതിഫലിക്കുന്നത് എവിടെയാണ് എന്ന് വരുമ്പോൾ അവർ അതിന് കൂടുതൽ അലവൻസ് കൊടുക്കും. അതിലായിരിക്കും അവർക്ക് കൂടുതൽ വിശ്വാസം. അത് പക്ഷെ നമുക്ക് മനസ്സിലാക്കാം, പല വ്യൂ പോയിന്റുകൾ മനസ്സിലാക്കാം. പക്ഷെ ഇതിലൊരു പുരോഗമന വിരുദ്ധത ഉണ്ടാകുന്നു, ഈ വർഗീയത, വിധ്വംസക രാഷ്ട്രീയം, ആ രീതിയിലുള്ള അത് തീർച്ചയായിട്ടും അത് പക്ഷെ അതിൻ്റെ കാരണം ചാനലുകളല്ല അത് തുടങ്ങുന്നത്. ഇപ്പോൾ പൊളിറ്റിക്കൽ എന്താ പറയുക ഓർഗനൈസേഷൻ, ഇപ്പം ഇന്ന് കേന്ദ്രത്തിൽ BJP ആണ് ഭരിക്കുന്നത്. RSS BJPക്ക് ഇന്ന് വളരെ വലിയ എന്താ പറയുക ഇൻഫ്ലുവൻസ് ഉണ്ട്, പവറുണ്ട്. സാമ്പത്തിക ശക്തി മാത്രമല്ല സാംസ്കാരികമായിട്ട് അവരുടെ മസിൽ പവർ കാണിക്കുന്നു. അപ്പോൾ ഒരു കേരളത്തിൽ താരതമ്യേന നമുക്ക് ഒരു ഭേദപ്പെട്ട രീതിയാണെന്ന് പറയാം. മറ്റ് മിക്കവാറും മുഖ്യധാര മാധ്യമങ്ങളും അവരുടെ എന്താ പറയുക ഒരു കീഴിലായി പോയില്ലേ. അവർ പറയുന്നതിന് അപ്പുറത്ത് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്. അതിൽ പലരും വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ചെയ്യുന്നു, മറ്റുള്ളവർ എന്താ മനസ്സോദരി ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ എൻഡ് റിസൾട്ട് ഇസ് ദ സെയിം. അപ്പോൾ ഒരു റൈറ്റ് മീഡിയ എൻവയറമെൻ്റ് ആണ് ഇന്ന് നിലനിന്നു പോകുന്നത്. അതിനാണ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ മുൻതൂക്കം എന്ന് വേണമെങ്കിൽ പറയാം. അത് മാറി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അതുകൊണ്ട് പ്രത്യേക ചാനലുകൾ അവരുടെ ഇച്ഛാശക്തി കൊണ്ട് തന്നെ മാറ്റാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അല്ല, അതോടൊപ്പം തന്നെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഈ ഒരു അപജയമുണ്ട്. പിന്നീട് ഏഷ്യാനെറ്റിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ആ ഒരു പിൽക്കാലത്തെത്തുമ്പോൾ അതിലൊരു കാര്യമുള്ളത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് കാരണം ഈ ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ കാലാവധി ഏകദേശം കഴിയാറായി തുടങ്ങിയില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു മീഡിയമായിട്ട് ഇപ്പോൾ ഇനി പുതിയ മീഡിയമാണ് ഡിജിറ്റൽ മീഡിയം. ഇപ്പോൾ ഡിജിറ്റലൊക്കെ പലരും ഈ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിലേക്ക് കടന്നു. അപ്പോൾ ഈ ഒരു മെയിൻ സ്ട്രീം അപ്പോയിൻറ്റ്മെൻറ്റ് അവർ ഓഫ് മീഡിയ, കാരണം ജനങ്ങൾക്ക് ആവശ്യമുള്ളത് പുഷ് മീഡിയയിൽ വരുന്നുണ്ട്. നമ്മൾ മൊബൈലിൽ കാണുന്നുണ്ട്, വിഷ്വൽ കാണുന്നുണ്ട്, സൗണ്ട് കാണുന്നുണ്ട്, വായിക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആൽഗോരിതംസ് മുഖാന്തരം ആ മൊബൈലിൻ്റെ എന്താ പറയുക AI ഫങ്ഷനിങ് കാരണം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പുഷ് ചെയ്ത് തരുന്നു. അവർക്ക് എങ്ങനെയാണ് മനസ്സിലായത് എനിക്ക് ചക്കയാണ് ഇഷ്ടം, ചക്കയെ പറ്റി ഒരുപാട് വരും. സോ നമ്മുടെ ഇൻഫർമേഷൻ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ആൽഗോരിതംസ് ആർ ഗിവിങ് അസ് വാട്ട് വി വാണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ടെലിവിഷൻ സെറ്റ് ഓൺ ചെയ്ത് കാണുന്നത് ചെറുപ്പക്കാരിൽ ആരും ഇല്ല എന്നുള്ളതാണ്. ഞാനൊരു ജേർണലിസം കോളേജ് നടത്തുന്നുണ്ട്. അപ്പോൾ ആരും ഈ മറ്റേ ന്യൂസിന് ടെലിവിഷൻ ചാനൽ ആരും കാണുന്നില്ല. ടെലിവിഷൻ അവർ ആകെ ഓൺ ചെയ്യുമ്പോൾ ക്രിക്കറ്റ് മാച്ചോ ഫുട്ബോൾ മാച്ചോ അതാണ് മാത്രമാണ് സ്വിച്ച് ഓൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ പടങ്ങളോ അല്ലെങ്കിൽ സീരിയൽസോ ചില സീരിയൽസ്. ഈ ഏഷ്യാനെറ്റിന്റെ ഈ ഒരു മാറ്റത്തിൽ അങ്ങ് സങ്കടം ഉണ്ടാവുമല്ലോ? സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും സങ്കടമുണ്ട്. പക്ഷേ
അത് എനിക്ക് അതിപ്പോൾ ഒരു കുറേ ഇപ്പോൾ ഞാനിപ്പോൾ വിട്ടിട്ട് ഇപ്പോൾ 25 കൊല്ലമായില്ലേ, എന്നാലും ഈ ഒരു കഴിഞ്ഞൊരു 5-10 കൊല്ലത്തിലാണ് ഇത് രൂക്ഷമാവുന്നത്. അതെ, രൂക്ഷമാവുന്നത്. അപ്പൊ എന്റെ അത്ഭുതം അത് ഇതിനു മുമ്പേ രൂക്ഷമായി പോയില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് എന്നെ തന്നെ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാന്നുള്ളതാണ്. ഈ ആഗോളതലത്തിൽ തന്നെയുണ്ട് ഈ പത്രങ്ങൾക്കും ടെലിവിഷനും ഒക്കെ ഒരു വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം വേഗം വേഗം പഴയതാവുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് വെബ്സൈറ്റുകളും പഴയതാവുന്നു. ഇനിയിപ്പോ അങ്ങനെ ഒരു മാത്രമല്ല ഇന്ന് സാങ്കേതിക വിദഗ്ധരും അതിന്റെ സാങ്കേതിക വിദ്യ തന്നെ മാറി വരിക. ഇന്നത്തെ സ്മാർട്ട് ഫോൺ നാളെ റെലവെന്റ് അല്ല. അപ്പൊ ടെക്നോളജിക്കൽ ഒബ്സോലസൻസ് എന്ന് പറയില്ലേ, അത് വളരെ വളരെ വേഗത, അതിന്റെ വേഗത എങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഇന്നത്തെ ഡിജിറ്റൽ അല്ല നാളത്തെ ഡിജിറ്റൽ. നമ്മൾ ഡിജിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഡിജിറ്റലിൽ തന്നെ മാറ്റങ്ങൾ പരിണാമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ടെലിവിഷൻ, പത്രങ്ങൾ ഒക്കെ പഴഞ്ചൻ മീഡിയ ആയി മാറുന്നുണ്ട്. എന്നാലും അവർക്ക് വിശ്വസനീയതയുണ്ട്. ഇവിടെ ഈ മറ്റേ ഡിജിറ്റൽ മീഡിയയുടെ ഒരു പ്രശ്നം വിശ്വസനീയതയില്ല എന്നുള്ളതാണ്. ആധികാരികതയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇല്ല. വിശ്വസനീയത ഉണ്ടെങ്കിൽ ആധികാരികതയും ഉണ്ടാവും. പിന്നെ ഫേക്ക് ന്യൂസ് ഉണ്ട്, നുണകളുണ്ട്, ഡിസ്ഇൻഫർമേഷൻ, മിസ്ഇൻഫർമേഷൻ, ഇതെല്ലാം കലർന്നു വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ജനങ്ങൾക്ക് അതിൽ പറയുന്നതിന് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ അത് ശരിയാണോ അല്ലേ എന്നുള്ളത് എപ്പോഴും ഒരു സംശയം കിടപ്പുണ്ടാവും. പക്ഷെ അത് മാറും. കാരണം ഇങ്ങനെയായിരിക്കും ഇനി ഭാവിയിൽ, ഇങ്ങനെയായിരിക്കും കൺസംഷൻ. നമ്മൾ കൺസ്യൂമേഴ്സ് മാത്രമല്ല, നമ്മൾ പ്രൊഡ്യൂസേഴ്സുമാണ് എല്ലാവരും. പ്രത്യേകിച്ചും ചെറുപ്പക്കാരൻ, ഒരു ഇന്ത്യൻ പൗരൻ ചെറുപ്പക്കാരനാണെങ്കിൽ അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനുള്ള യൂസ് പോലും പ്രോസ്യൂമർ എന്നാണ്, പ്രൊഡ്യൂസർ കൺസ്യൂമർ കോമ്പിനേഷൻ. അതിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൽ പുതിയ മറ്റേ ഗെയിമിംഗ് വരുന്നു, അങ്ങനെയുള്ള പുതിയ എന്താ പറയുക, അതിന് പുതിയ ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ എക്സൈറ്റിംഗ് ആണ് ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക്. പക്ഷെ നമുക്ക് നമ്മൾ പണ്ട് ഞാൻ കാലത്തിൻ്റെ ചായയും കാപ്പി ഇട്ടൊരു പേപ്പർ വായിക്കാറില്ല, ആ കാലം എങ്ങോട്ട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല, അത് മാറി. അങ്ങനെയുള്ള ഭൂതകാലം ഇല്ല. എനിക്കിപ്പോഴും അത് വേണം. എനിക്കിപ്പോൾ കാലത്തിൻ്റെ പേപ്പർ വായിക്കണം. അതെ, പക്ഷെ എൻ്റെ മക്കൾക്കൊട്ടും ഇല്ല. മക്കൾക്ക് ആദ്യമൊക്കെ ഒരു പേപ്പർ വായിക്കുമായിരുന്നു. പക്ഷെ അവരാദ്യം സ്പോർട്സ് പേജ് ഇങ്ങോട്ട് മറിക്കും. ആദ്യത്തെ പേജൊക്കെ വരുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. പക്ഷെ ഇപ്പൊ അതുമില്ല. ഇപ്പൊ അവര് എല്ലാം മൊബൈലിലാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലത്തിന് ശേഷം കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ ടെലിവിഷൻ മീഡിയ ഒക്കെ മൊത്തം ടെലിവിഷൻ മീഡിയ അങ്ങ് നിരീക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ ഈ എല്ലാം ഒരു അവതാരകരുടെ ഒരു സ്റ്റേജ് ഷോ പോലെയായി. കോവിഡിന് ശേഷം അതൊരു സൗകര്യമായി. പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല, യാത്ര ചെയ്യേണ്ടതില്ല, ഗ്രൗണ്ട് റിപ്പോർട്ടിങ് വേണ്ട, അങ്ങനെ മനുഷ്യരിലേക്ക് ഇറങ്ങേണ്ടതാണല്ലോ. ഇതിപ്പോ അവതാരക ബഹളങ്ങളാണ്. ഇപ്പോൾ അത് അങ്ങ് ശ്രദ്ധിക്കാറുണ്ടോ? അത് കോവിഡിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ആങ്കർ, ന്യൂസ് അവർ ആങ്കറും പിന്നെ അങ്ങനെ ഗസ്റ്റ് തമ്മിൽ അവർ തല്ലുപിടിക്കുക, പുള്ളി തന്നെ തല്ലുപിടിക്കുക അവരെ. ന്യൂസ് അവർ എന്ന് പറഞ്ഞാൽ തല്ലുപിടിയാണ് സത്യം പറഞ്ഞാൽ. അതിൽ ഒരുപാട് ചെലവ് ചുരുക്കമുണ്ട്. കാരണം നമുക്കൊരാളെ ഔട്ട്ഡോർ കവറേജിന് പോലല്ലേ, ടാക്സി വേണം, ക്യാമറ വേണം, താമസം വേണം, ഡാറ്റ വേണം, ഒന്നുമില്ല. ന്യൂസ് ഇല്ലല്ലോ ഇപ്പോൾ. ഹെഡ്ലൈൻസ് പറഞ്ഞ ന്യൂസ് ഉണ്ടോ ഏതെങ്കിലും ചാനലിൽ? 1, 2, 3 ഇല്ല. ന്യൂസ് അവറേ ഉള്ളൂ. ആ ന്യൂസ് അവറിൽ നമ്മൾ ചാനൽ സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ചാനലും ഒരേ വിഷയമാണ് ചർച്ച. ആ ഒരേ ചർച്ചയിൽ വരുന്ന ഗസ്റ്റ് എല്ലാം ഒന്ന് തന്നെ. ഒരേ സമയത്ത് 3 ചാനലും അതേ ഗസ്റ്റ് എഴുതി കാണും. അതെങ്ങനെയാണ് നമുക്ക് എല്ലാവരും കിട്ടിയിട്ടില്ല. മാജിക്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക്, പക്ഷെ ജനങ്ങൾ വീട്ടുകളെ ഇത് അവരിത് കാണുന്നുണ്ട്. എന്നാലും അവരും ഇതൊരു തമാശയായി ന്യൂസ് കാണുന്നത് തന്നെ ഒരു തമാശയായിട്ടാണ് കാണുന്നത്. പിന്നെ ഗാസ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് വരുമ്പോൾ നമുക്ക് ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് അല്ലെങ്കിൽ കാണാൻ പറ്റും. അതും നമ്മളെ പോലുള്ള ജേർണലിസ്റ്റ് അല്ല കവർ ചെയ്യുന്നത്. ജേർണലിസ്റ്റിനെ സമ്മതിക്കില്ലല്ലോ, ആരും ഇല്ല അവിടെ. അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞ പോലെ ഫോണിൽ കൂടെ അതാണ് ഏറ്റെടുക്കുന്നത്. അവരെങ്ങനെ ആക്രമിക്കപ്പെടുന്നു, അവരെങ്ങനെ മരിക്കുന്നു എന്ന് അവര് തന്നെ പറയാണ്. അത് നമ്മൾ കണ്ട് നമ്മളെ ഷോക്ക് ചെയ്യുന്നു. അത് അപ്പോൾ ജനങ്ങളാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ന്യൂസ്. എവിടെ നോക്കിയാൽ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ജനങ്ങളാണ് അല്ലേ? ഉക്രൈനിലും ജേർണലിസ്റ്റ് അല്ലല്ലോ നമ്മളോട്. ഇറാൻ മറ്റേ വാർ, ഗൾഫ് വാർ 2 ഇറാഖിനെ ഇൻവൈഡ് ചെയ്തപ്പോഴും ഈ ജേർണലിസ്റ്റ് ഒക്കെ അവിടെ പോയി. അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ? അവരെല്ലാം ക്യാമറ പേസ് ചെയ്യുന്നത് മയക്കും പിടിച്ച്. അതിനിപ്പോൾ അവരുടെ പിന്നിൽ ഈ ഒരു തെങ്ങിൻ്റെ, അന്ന് പാം ട്രീസ് ആണ്, അടക്ക മരത്തും ആ മരത്തിൻ്റെ ഇത് കാണാം അതിന്റെ പിന്നിലായിരിക്കും. കാരണം അവർ ഹോട്ടലിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ചുവട്ടിലിറങ്ങിയാൽ അവിടെ
ബോംബ് ചെയ്യുമ്പോൾ പ്രശ്നമാണ്. അവർ ന്യൂസ് കിട്ടുന്നത് അവരുടെ ബ്ലോഗ്സിൽ നിന്നാണ്. അവിടെ ഒരു സ്റ്റുഡൻറ് ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, അന്ന് തെരുവിൽ ഇന്ന ആളുണ്ടാവും. അവരെ കൊണ്ട് സ്ട്രിങ്ങേഴ്സെ കൊണ്ട് അവർ എല്ലാം ശേഖരിച്ചിട്ട് അവർ പറയുകയാണ്. അപ്പോൾ ഈ സ്ട്രിങ്ങേഴ്സ്, ഈ ബ്ലോഗേഴ്സ്, ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ. പിന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എന്താ പറയുക, ഈ ക്യാമറ യൂസ് ചെയ്യുക, ഇതിന്റെ ഒരു ശക്തി, ഇതിന്റെ പ്രൊസ്യൂമർ ആ ഒരു. അപ്പൊ സിറ്റിസൺ ജേർണലിസ്റ്റ് നമ്മൾ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞു. വളരെ വ്യത്യസ്ത, അത് ഇതിന്റെ ഒരു പതിപ്പ് തന്നെയായിരുന്നു ഇതിന്റെ സാധാരണ റിപ്പോർട്ടിങ്ങിന്റെ. ജേർണലിസ്റ്റ് എന്ന് തന്നെ പറയും. എനിക്ക് തോന്നുന്നത് എൻ്റെ ഇതിനെപ്പറ്റി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ അടുത്ത കാലത്ത് മലയാളം സിനിമകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചെറുപ്പക്കാർ വന്ന് പഠനം ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് മറ്റേ കണ്ണൂരിലെ മലയാളം ഭാഷ എന്താണെന്ന് ശരിക്കും ഒരു സിനിമ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമൊക്കെ അതൊരു കോമിക് സിറ്റുവേഷനിൽ കാണിക്കും, അല്ലെങ്കിൽ തൃശ്ശൂർക്കാരനെ കൂടി സംസാരിക്കും. ഇത് മുഴുവൻ ഭാഷ അതാണ്. കാരണം സംഭവം നടക്കുന്നത് അവിടെ എല്ലാവരും അങ്ങനെ സംസാരിക്കും. ഭാഷ മാത്രമല്ല, അവരുടെ എന്താ ഡ്രസ് രീതി, അവരുടെ എന്താ ബിഹേവിയറൽ പാറ്റേൺസ്, അവരുടെ ഭക്ഷണ രീതി. അപ്പോൾ വളരെ ലോക്കൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു. അതിൻ്റെ ഒരു സ്വഭാവ രീതി. പിന്നെ അതിൻ്റെ തീം മിക്കവാറും നമ്മൾ വാർത്ത വായിച്ച ഒരു ചെറിയൊരു സംഭവമായിരിക്കും, ചെറിയൊരു സിംഗിൾ കോളം ന്യൂസ് ഐറ്റം ആയിരിക്കും അവരെടുത്തിട്ട് അത് ഡ്രമാറ്റിക് ഫിക്ഷനലൈസ് ചെയ്തിട്ട്. പക്ഷെ അതിൽ നല്ല റിസർച്ച്, കാരണം അത് കാണുമ്പോൾ നമുക്ക് ആ വാർത്ത സത്യം പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ വാർത്ത വായിച്ചതിനേക്കാൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ OTT പ്ലാറ്റ്ഫോം, അതായത് ഒരു ന്യൂസ് റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡ്രമാറ്റിക് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന രീതി ഓഫ് ഒരു ജേർണലിസം, മാധ്യമ പ്രവർത്തനമാണ് ഈ OTT പ്ലാറ്റ്ഫോംസ് ചിത്രങ്ങൾ തന്നെ, പടങ്ങൾ തന്നെ. ഫിക്ഷനായിട്ട് അതിനെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹർഷദ് മേത്തയെ പറ്റി ഒരു സീരീസ് വന്നു ഹിന്ദിയിൽ, ശ്രദ്ധിച്ചോന്നറിയില്ല. അത് കണ്ടപ്പോഴാണ് ഞാൻ അന്നൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ മണി മാറ്റേഴ്സ് ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഈ സീരീസ് കണ്ടപ്പോഴാണ് ഇയാൾ എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ കബളിപ്പിച്ചത് എന്നുള്ളത്, അതിന്റെ രീതി, അതിന്റെ മെത്തഡോളജി കൃത്യമായിട്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ കൗതുകം, നമ്മൾ കാത്തിരിക്കും. അപ്പോൾ അത് ജേർണലിസമാണ്. അത് നമ്മൾ ഈ ഫിക്ഷനായിട്ട് ഡിസ്മിസ് ചെയ്യുമെങ്കിലും നമ്മൾ ജനങ്ങൾക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി നല്ല ബോധ്യം വരുത്താന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതാരാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കൂടുതൽ ചെയ്യുന്ന വെച്ചാൽ ഇതാണ് കൂടുതൽ വേണമെങ്കിൽ പറയാന്നുള്ള രീതിയിൽ ഈ ഫിക്ഷനിൽ നിന്നാണ് പലപ്പോഴും കിട്ടുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഇത്തരം വാർത്തകൾ ഫിക്ഷനൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നടക്കുന്നുണ്ട്. അതാണ് ശരിയാ. അത് സമകാലീന പ്രശ്നം അതാണ്. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നത് പലരും സത്യമല്ല വാർത്തയായി ഒരു അണിയടിച്ച് ഒരാളെ ഡ്രസ് ചെയ്യിപ്പിച്ച് അയക്കുകയാണ് വാർത്തയാണ്. അത് നടക്കുന്നു. കാൾ മാർക്സ് അങ്ങേരുടെ കാലഘട്ടത്തിൽ അന്ന് അറിയപ്പെടുന്ന എന്താ പറയാ ഇക്കോണമിസ്റ്റ് തോമസ് മാൽത്തൂസ് ആയിരുന്നു. അങ്ങനെയാണ് ഇക്കോണമിസ്റ്റ് എന്ന് പറഞ്ഞാൽ തോമസ് മാൽത്തൂസ്. അപ്പൊ മാർക്സ് സത്യമായ ഫിലോസഫറാണ്, അദ്ദേഹം ഇക്കണോമിക്സ് പഠിച്ചെടുത്തതാണ്. ഓൾദോ ഈസ് നോൺ ആസ് എൻ ഇക്കണോമിക് ഹിസ്റ്റോറിയൻ. അപ്പോൾ കാൾ മാർക്സ് അന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത കാലത്ത് അത് വായിച്ചത്, ഇഫ് യു വാണ്ട് ടു നോ അബൌട്ട് കണ്ടംപററി സൊസൈറ്റി, സമകാലീന അന്നത്തെ 19ാം നൂറ്റാണ്ടിലെ സമകാലീന സമൂഹത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ തോമസ് മാൽത്തൂസിനെ വായിച്ചാൽ നിങ്ങളും എടുത്തിട്ടില്ല, ചാൾസ് ഡിക്കൻസ് വായിക്കണം. കാരണം ചാൾസ് ഡിക്കൻസ് വായിച്ചാൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന പാവങ്ങളുടെ പ്രശ്നങ്ങൾ, ക്ലാസ് വാർ, ബോണ്ടഡ് ലേബർ, കുട്ടികളെ ബോണ്ടഡ്, അത് കൃത്യമായിട്ട് ബോർഹസിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബോർഹസിന്റെ പുസ്തകം വായിക്കണമെന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ടായി. ഈ സാഹചര്യത്തിലല്ല. അപ്പോ അത് ഞാൻ ഈ പറഞ്ഞ മലയാളം സിനിമയെ പറ്റി പറയുമ്പോൾ, അതുകൊണ്ട് ഒരു മീഡിയം അത് ഫിക്ഷനാണ്. ചാൾസ് ഡിക്കൻസ് എന്ന ഫിക്ഷൻ അല്ലേ, നോവൽ. പക്ഷെ അത് മുഖാന്തരമാണ് സമൂഹത്തെ മനസ്സിലാക്കാന്ന് വെച്ചാൽ അതിനാണ് കൂടുതൽ നമുക്ക് എന്താ പറയുക മുൻതൂക്കം കൊടുക്കേണ്ടത്. അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ ഫിക്ഷനും ഒരു ഹിസ്റ്ററിയാണ് എന്നുള്ളതല്ലേ. ഫിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ധാരണയാണ് ഉള്ളതിൽ നിന്നല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെ. മറ്റൊന്ന്, ഇപ്പോൾ ഈ നമ്മുടെ ഈ മലയാള വാർത്തകൾക്ക് കുറച്ചും കൂടി ഒരു നിസ്സാരതയുണ്ട്. കാരണം എല്ലാത്തിനും ഒരു അതിലളിതവൽക്കരണവും നിസ്സാരതയും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത അങ്ങ് കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഈ പ്രകൃതി ദുരന്തങ്ങളായാലും മറ്റേ ഈ കണ്ണീർ കഥകളായാലും ശവസംസ്കാരമായാലും അതൊക്കെ അതിൻ്റെ ഒരു വൈകാരികതയുടെ ഒരു അംശങ്ങളെ ഇങ്ങനെ
ഈ വില കുറഞ്ഞ വൈകാരികതയെ ഇങ്ങനെ ഇതാക്കുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഗ്രൗണ്ട് റിപ്പോർട്ടിങ് ഇല്ല എന്ന് പറയുമ്പോഴും ഇവര് സ്റ്റുഡിയോയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വരുന്നത് ഈ ഒരു ഇത്തരം വില കുറഞ്ഞ വൈകാരികതയെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതേക്കുറിച്ച് അതൊരു സെൻസേഷണലൈസേഷൻ എന്ന് പറയുമല്ലോ, അത് നമ്മുടെ പത്രങ്ങളിലില്ലേ, പത്രങ്ങൾ എത്ര കാലമായിട്ട് ഇത് തന്നെ ചെയ്തോട്ട്. ജനങ്ങൾ അത് മടുക്കുന്നില്ല, അപ്പൊ അവരത് വളർത്തിക്കൊണ്ടിരിക്കുന്നു. അത് ജനങ്ങളുടെ ഒരു കുറ്റമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ജനങ്ങൾ അത് വീക്ഷിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരിത് കണ്ട് കരഞ്ഞു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ കരയുന്നുണ്ടെങ്കിൽ തന്നെ ഒരു സീരിയൽ കണ്ട് കരയുന്ന അതേ രീതിയിൽ അത്രയും വാല്യൂ, അതെ 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 ആ നൈമിഷികം, ആ ഒരു തുല്യമായിട്ടുള്ള വാല്യൂ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മദറിനിലൊക്കെ സീരിയൽ കണ്ട അയ്യോ അവൻ എന്ത് പറ്റും, ആ രീതിയിലാണ് ഇപ്പൊ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ ഒരു റേറ്റിംഗ് യുദ്ധം ഇപ്പോൾ പണ്ട് ചിലപ്പോൾ ഇപ്പൊ അത് കുറച്ചുകൂടി ഒരു മരണവെപ്രാളം പോലെയുള്ള റേറ്റിംഗ് യുദ്ധം നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങ് പറയുന്നത് ഇത് തന്നെ ആയിരിക്കും. ഒരു വിശ്വാസ്യതയ്ക്ക് അല്ല റേറ്റിംഗ് കിട്ടുന്നത്, ഈ ഒരു മതവർഗീയതയും അന്ധവിശ്വാസവും ഒക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ജനൻ ടി വി, ആ ശബരിമല സംഭവം ഇതൊക്കെയാണ് ജനൻ ടി വി റേറ്റിംഗ് ഇതിലേക്ക് തന്നെ വന്നത്, പട്ടികയിലേക്ക് തന്നെ വന്നത്. ഇന്നിപ്പോൾ അവർ ചിലപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ കൈരളി പോലുള്ള ഒരു ഇടതുപക്ഷ ചാനലിലേക്ക് മുകളിൽ നിൽക്കുകയാണ്. അതൊരു സൂചന കൂടിയാണ്. നമ്മൾ ഈ അത് നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അത് ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണോ അതോ ഒരു കൗതുകത്തിന് വേണ്ടി കാണുകയാണോ അത് നമുക്ക് അറിയില്ല. പക്ഷെ റേറ്റിംഗ്സ്, കാരണം ഒരു റേറ്റിംഗ്സ് എന്ന് പറയുന്നത് അതിലൊരുപാട് എന്താ പറയുക ഫോൾസിറ്റീസ് ഉണ്ട് കേട്ടോ. റേറ്റിംഗ്സിൻ്റെ ശരിക്കുള്ള സയൻറ്റിഫിക് ബേസിസ് ഇതുവരെയും കൃത്യമായിട്ടൊന്നും എനിക്ക് ഇന്ത്യയിൽ കൃത്യമായിട്ടില്ല. നമ്മളത് കണ്ടില്ല. ഇപ്പോൾ ബോംബെയിൽ ആർണബ് ഗോസ്വാമിയുടെ ഹി വാസ് ഫിക്സിങ് ദ റേറ്റിംഗ്സ് എന്നുള്ളത് ഒക്കെ ആരോപണം മാത്രമല്ല, അത് സബ്സ്റ്റൻസും കണ്ടു. അതുപോലെ ഇവിടെയും നടക്കുന്നുണ്ടായിരിക്കാം. കാരണം കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് സംതിങ് റേറ്റഡ് ഓൾസോ. ഒരുപാട് പൈസ വെക്കുകയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് പീപ്പിൾ റേറ്റഡ്. ഇപ്പോൾ നമുക്ക് പുതിയ സാമൂഹ്യ മാധ്യമത്തിൽ നമുക്ക് വ്യൂവർഷിപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇഫ് യു ആർ വില്ലിങ്, നമ്മുടെ സ്പെൻഡ് പെർ പേഴ്സൺ എന്നാണ് അതിൻ്റെ കണക്ക് തന്നെ, അതിൻ്റെ ഒരു ടെർമിനോളജി തന്നെ. നമുക്കൊരാളിൽ എനിക്ക് ബിജുവിൽ 5 രൂപ ഇഫ് ഐ എം വില്ലിങ് ടു സ്പെൻഡ് ഓൺ ഈച്ച് പേഴ്സൺ യു വാണ്ട് ടു റീച്ച്, യു വിൽ ഗെറ്റ് മോർ പീപ്പിൾ. ഇഫ് ഐ സ്പെൻഡ് 10 rupees യു ഗെറ്റ് ഈവൻ മോർ പീപ്പിൾ. അതുകൊണ്ട് ഈ പീപ്പിളൊന്നും നമ്മൾ കാണിക്കുന്നത്, അവർ ചിലപ്പോൾ 10 മിനിറ്റ് കാണും, 10 സെക്കൻഡ് കാണും, 5 സെക്കൻഡ് കാണും. അവരൊന്നും നമ്മുടെ പ്രേക്ഷകരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമേഴ്സ് ആണ്, നമ്മുടെ ഒരു ഡെഡിക്കേറ്റഡ് കൺസ്റ്റിറ്റ്യുവൻസി ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് റേറ്റിംഗ്സിനെ വിശ്വസിച്ച് നമുക്ക് കാര്യങ്ങൾ, പക്ഷേ അഡ്വർടൈസേഴ്സിന് അത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. കാരണം അത്ര പേര് കണ്ടാൽ ദേ വിൽ അഡ്വർടൈസ് മോർ ദെയർ. അപ്പോൾ പിന്നെ സമൂഹത്തിൽ തന്നെ ഒരു റേറ്റിംഗ്സ് മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ ഒരു പുസ്തക ബുക്ക് ഷോപ്പിൽ പോയാൽ ഫസ്റ്റ് 100 ബുക്സ് റേറ്റ് ചെയ്ത് അതൊക്കെ വായിച്ചിട്ട് ചെയ്താണോ, അതോ പബ്ലിഷേഴ്സ് ചെയ്തതാണോ? മ്യൂസിക് ലേബിൾ വാങ്ങിക്കാൻ പോയാലും ടോപ്പ് 10 ലേബിൾസ്, ടോപ്പ് 20. ഇപ്പൊ ഇത് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണ്. ഈ സമയത്തൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് അക്കാലത്തെ പ്രസ് സെൻസർഷിപ്പിനെ കുറിച്ചും കരിനിയമങ്ങളെ കുറിച്ചിട്ടുമാണ്. പക്ഷെ അതിനേക്കാൾ എത്രയോ ഭീകരമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അറിയാം. കാരണം ആ തരത്തിൽ അങ്ങ് ആലോചിച്ചിട്ടുണ്ടോ? ഏത് തരത്തിലാണ് അത്? നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ ഇത് കണ്ടതാണ്. ഈ ഗോദി മീഡിയ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു തരം പിടിച്ചടക്കൽ തന്നെ മാധ്യമ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. എനിക്കൊന്നും മലയാള മാധ്യമങ്ങൾ പിന്നെ ഈ ഒരു ഭേദമാണ് എന്നുള്ളതാണ്, തമ്മിൽ ഭേദം എന്ന തരത്തിലേക്ക്. കാരണം ഇവിടെ സർക്കാർ വേറെ ആയതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് മാറും. അതിൻ്റെ ഈ തനിനിറം അറിയുന്നത് അധികാരത്തിനെതിരെ ഒരു മാധ്യമ സ്ഥാപനത്തിന് എത്ര പ്രവർത്തിക്കാൻ പറ്റും എന്നായിരിക്കണം അതിൻ്റെ അളവുകോൽ. അത് വെച്ച് നോക്കുമ്പോൾ മാധ്യമം എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. വളരെ അപൂർവം. അങ്ങനെയുള്ളവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അടിയന്തരാവസ്ഥ ഒരു പ്രത്യക്ഷമായ ഒരു സെൻസർഷിപ്പ് കുറച്ച് കാലഘട്ടം, 2 കൊല്ലം നീട്ടിയാൽ പറയാം. ഇതല്ലോ, ഇത് നീണ്ട കാലമായിട്ട് വളരെ കരുതി കൂട്ടി ഒളിച്ചും പാഞ്ഞും അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടും എല്ലാം ത്രൂ ഇൻഡ്യൂസ്മെന്റ്സ്, ത്രൂ ത്രെറ്റ്സ്, ഒരു കോമ്പിനേഷൻ ഓഫ് മെത്തഡോളജീസ് ആണ് മാധ്യമങ്ങളെ അടക്കിയെടുക്കുക. ഇതൊന്നും നടന്നില്ലെങ്കിൽ നമ്മുടെ വൻ എന്താ പറയുക കോർപ്പറേറ്റിനെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുക, അദാനിയെ കൊണ്ടോ നമ്മുടെ കാര്യങ്ങൾ പറയിപ്പിക്കുക. അപ്പോൾ എല്ലാ വഴുതുകളും അടച്ചിട്ടുള്ള ഒരു പ്രയത്നമാണ്. അതിൽ നിന്ന് മാധ്യമങ്ങൾക്ക് രക്ഷപ്പെടാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ എമർജൻസി കാലത്ത്
വൺ മാധ്യമ ഇതേപോലെയുള്ള ബാലൻസ് ഉണ്ടായിരുന്നു, ഗോവിന്ദ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെ എതിർത്തു. അദ്ദേഹത്തിന് അവർ പഠിച്ച പണി പണിയിട്ട് നോക്കി. ഇന്ദിരാഗാന്ധി ഗോയൻക്ക് അവരുടെ പ്രസിനെ പൂട്ടാൻ അല്ലെങ്കിൽ പവർ കട്ട് ചെയ്യുക, കേസസ് ഫയൽ ചെയ്യുക, അദ്ദേഹം വഴങ്ങി കൊടുത്തില്ല. എനിക്ക് ഇപ്പോഴും ചെറിയ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജനസംഘ ആളൊക്കെ ആണെങ്കിൽ പോലും അന്നൊക്കെ നമ്മൾ ഈ പ്രസ് ബാരൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെക്കെതിരെ കോളേജിലൊക്കെ നമ്മുടെ പിന്നെ ഡെമോൺസ്ട്രേഷൻ നടത്താറുണ്ട്. ജൂട്ട് പ്രസ് എന്ന് വിളിക്കുന്നത്. അവസാനം ജൂട്ട് പ്രസ് ഉണ്ടായിരുന്നുള്ളൂ ഇവരെ എതിർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അറിയപ്പെടുന്ന വലിയ പത്രങ്ങളൊക്കെ നിശബ്ദരായി മാറി, പേരെടുത്ത് പറയുന്നില്ല. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഒരു മാധ്യമമായി മാറി. പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നുമില്ല. ഒരൊറ്റ മാധ്യമ സ്ഥാപനമില്ല എന്നുള്ളതാണ് സത്യം. എടുത്തു പറയാൻ ഒന്നുമില്ല. ചിലർ ഭേദമാണ്, ചിലർ മോശമാണ്, ചിലർ വളരെ അധപ്പതിച്ചു പോയി എന്ന് പറയാന്നല്ലാതെ ഇതൊരു മാതൃകയാണെന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിനെ പറ്റിയോ ഒരു പേപ്പറിനെ പറ്റി എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ മാറിപ്പോയി. അത്ര അധപ്പതിച്ചു, അത്ര ഗതികെട്ടൊരു സ്ഥിതിയാണ് ഈ വന്നിട്ടുള്ളത്. അവിടെയാണ് ഈ ഇൻഡിപെൻഡന്റ് മീഡിയകൾ ഉയർന്നു വരുന്നത്. ഇപ്പൊ അത് പറയാം സെർട്ടൻലി. ഞാൻ ഈ മുഖ്യധാരാ മാധ്യമങ്ങളെ പറ്റി പറയും. ഡിജിറ്റൽ മീഡിയ ആണ്. പിന്നെ തീർച്ചയായിട്ടും വയർ, ഈ പറഞ്ഞ പോലെ പിന്നെ ഇൻഡിപെൻഡന്റ് സോഷ്യൽ മീഡിയ, അങ്ങനെയുള്ളവർ. പിന്നെ ഈ മുഖ്യധാര വിട്ടുപോയിട്ട് അങ്ങനെയുള്ളവർ, രവീഷ് കുമാർ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചും അവരൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഇത് നല്ല കരുത്തും ധൈര്യവും എന്തിനും തയ്യാറുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിരിക്കണേ. കാരണം ഇവർ പല രീതിയിലാണ് ഈ സമ്മർദ്ദം അവർ വാങ്ങിയെടുക്കുന്നത്. ഈ മലയാളത്തിലെ ചാനലുകൾ ഒരു തരം അവിയൽ രൂപമാണ്. ഇപ്പോൾ എഡിറ്റോറിയൽ ഡിസ്കഷനൊക്കെ, ഇപ്പോൾ എഡിറ്റോറിയൽ മീറ്റ് ദ എഡിറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഒരു തരം സ്ക്രിപ്റ്റഡ് ആണ് നേരത്തെ. അപ്പോൾ ഒരാൾ ഒരു പാർട്ടി, ഇന്ന പാർട്ടിക്ക് അനുകൂലം, മറ്റേത് ഇന്ന പാർട്ടി. അപ്പോൾ ഈ അതത് പാർട്ടിക്കാർ ഇത് കട്ട് ചെയ്തുകൊണ്ടുപോയി അവരുടെ സ്ട്രീമിലൂടെ ഇത് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാധ്യമ രീതികളൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ അതായിരിക്കും മാധ്യമം ഇന്ത്യയിലെ സാഹചര്യത്തിൽ. കാരണം ഇടതുണ്ട്, വലത്തുണ്ട്, പിന്നെ ഇന്ന് ഇടത് നാളെ വലത് അങ്ങനെയുള്ളവരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു അവിധ തന്നെയായിരിക്കും മാധ്യമ. മീഡിയ, ഒരു ഡെമോക്രസി ഈസ് നെവർ ക്ലീൻ. ഇൻഫാക്ട് സാനിറ്റൈസ്ഡ് ഡെമോക്രസി ഈസ് നോട്ട് എ ഡെമോക്രസി. അല്ല, അങ്ങനെ ഒരു സാനിറ്റൈസ്ഡ് ഡെമോക്രസി ആയിരിക്കും നമ്മുടെ ഈ അതോറിറ്റേറിയൻ ഡെമോക്രസീസ്. പുടിനൊക്കെ ഡെമോക്രസി എന്ന് പറയുമ്പോൾ പറയുന്ന പോലെ വോട്ട് ചെയ്യും. ഇപ്പൊ ഇലക്ഷൻ കൊണ്ട് മാത്രം ഒരു ജനാധിപത്യം ആവുന്നില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാം ജനാധിപത്യമാണ് അല്ലേ? ഇലക്ഷൻ മാത്രമല്ല. മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലാണ് അതിനെ ജനാധിപത്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. ആ മാധ്യമ സ്വാതന്ത്ര്യം ഈ പറഞ്ഞ പോലെ ഒരു ക്ലീൻ ഏരിയ ആയിരിക്കില്ല. അതിൽ കുറച്ച് ചരടും ഇതും ചെളിയൊക്കെ കാണും. അതോടുകൂടി നമുക്കത് എന്താ സഹിക്കേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. യു എസിലും അത് തന്നെയാണ്. നമുക്കിവിടെ യു എസിലും അവിടെ ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. മാധ്യമങ്ങൾ വൃത്തികേടുകൾ പറയുന്നവരുണ്ട്. സെൻസേഷണൽ മാധ്യമങ്ങളില്ലേ ഇംഗ്ലണ്ടിലൊക്കെ, നമ്മളെക്കാട്ടിലും വളരെ മോശമായ മാധ്യമങ്ങൾ. അവരൊക്കെ നല്ലോണം വിറ്റുപോകുന്ന മാധ്യമങ്ങൾ. അതുകൊണ്ട് അത് മാധ്യമങ്ങളുടെ സ്വഭാവമാണ്. എന്നാലും അവരുടെ എന്താ പറയുക, സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ നേട്ടങ്ങളുണ്ടെങ്കിലും അവരുടെ വിശ്വസനീയതയൊക്കെ വളരെ മോശമാണ്. എന്നാലും ഗാർഡിയനെ പോലെയോ ഒന്നും അവർക്ക് വിശ്വസനീയത ഉണ്ടാവില്ല. അല്ലെങ്കിൽ വാൾ സ്ട്രീറ്റ് ജേർണൽ, അല്ലെങ്കിൽ ഇവരും ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളിൽ അവരുടെ തനിനിറം കാണിക്കും. ഗാസ അല്ലെങ്കിൽ പാലസ്റ്റൈൻ ഇഷ്യൂവിൽ നമുക്ക് കാണാം. ന്യൂയോർക്ക് ടൈംസ് ആയാലും വാഷിംഗ്ടൺ പോസ്റ്റ് ആയാലും ഗാർഡിയൻ ആയാലും BBC ആയാലും പോലും അവരുടെ അതിന് എന്തെങ്കിലും ഒരു അപ്പോളജറ്റിക് ആയിട്ട് അവർ പറയും. പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇസ്രയേലിനെതിരായിട്ട് അടിക്കാൻ അവർക്ക് ധൈര്യമില്ല. അല്ലെങ്കിൽ അത് പ്രത്യേകത നമുക്ക് കാണാം. അത് പക്ഷേ ചില മലയാള മാധ്യമങ്ങൾക്കുണ്ട്. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് പോലും അവർ ഈ ഗാസയെ പറ്റി തലക്കെട്ടുകൾ വരുന്നത് ലോകത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേരളത്തിലും എന്താ പറയാ, വേറെ ക്യൂബയിലോ അവിടെയൊക്കെ ഉണ്ടാവും ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടാവും. US-ലൊന്നും ഇത് കിട്ടില്ല. മറ്റൊന്ന് പറയുമ്പോൾ ഈ മാധ്യമപ്രവർത്തകരുടെ ഈ ഒരു അന്തസാര ശൂന്യതയും അതൊക്കെ പറയുമ്പോഴും ഈ ഒരുതരം ചരിത്രത്തിൽ ഇല്ലാത്ത വിധം മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു, അപഹസിക്കപ്പെടുന്നു, അങ്ങനെ ഒരു കാലവും കൂടി സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ അപകടകരമായ അത് ചൂണ്ടിക്കാട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രോണ്ടിയേഴ്സ്, ഈ ഫ്രീഡം ഓഫ് പ്രസ് ഇൻഡെക്സ് വളരെ താഴെ, അവരുടെ റിപ്പോർട്ട് താഴെയാണ്. നമ്മൾ 160
അതുകൂടാതെ അവരുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നത് അവർ പ്രത്യേകം കാണിക്കുന്നത് ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല, അപകടകരമാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ തന്നെ പണയം വച്ചിട്ടാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ ഈ പല എന്താ പറയുക ലോക്കൽ ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ കൊല്ലപ്പെടുന്നുണ്ട്. അത് കൃത്യമായിട്ടും ഒരു പൊളിറ്റിക്കൽ അജണ്ട വെച്ചിട്ടാണ് അവർ വേട്ടയാടപ്പെടുന്നുണ്ട്. അത് വളരെ അപകടകരമായൊരു സിറ്റുവേഷനാണ്. അതിനെന്താ ചെയ്യാമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കൃത്യമായൊരു മറുപടിയില്ല. പക്ഷെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനെടുത്ത് പറയണം, ഇതെടുത്ത് ഇതിനാരാണ് ഉത്തരവാദികൾ അവരെ നാണം കെടുത്തണം, നാണം കെടുത്തിക്കൊണ്ടിരിക്കണം. എന്നാൽ ആ ഭാഷ മാത്രമേ അവർക്ക് മനസ്സിലാവൂ. ആ നാണം കെടുത്തലിനെതിരെ അവർ ആഞ്ഞടിക്കും. എന്നാലും അത് നമ്മൾ ഇഫ് യു ഡോണ്ട് കൺസിസ്റ്റൻ്റ്ലി ഡൂ ദാറ്റ് ഇതിങ്ങനെ നടക്കും. കൂടുതൽ ഭീതി മാധ്യമപ്രവർത്തകരുണ്ടാവും. അവർ ചെയ്യേണ്ടത് ചെയ്യില്ല, അവർക്കറിയാം. നമ്മൾ യെവ്തുഷെങ്കോ എന്ന് പറഞ്ഞ റഷ്യൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, വെൻ ട്രൂത്ത് ഈസ് റീപ്ലേസ്ഡ് ബൈ സൈലൻസ് ദാറ്റ് സൈലൻസ് ഇസ് എ ലൈ. സത്യത്തിന് പകരം നിശബ്ദത പാലിച്ചാൽ ആ നിശബ്ദത ഒരു നുണയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരിക്കും ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം. അതിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും എടുത്ത് വലിയ കോലാഹലം ഉണ്ടാക്കുക, ന്യൂസ് അവറിൽ ചർച്ച ചെയ്യുക, പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുക. അതിന് പകരം കാരണം അത് പറയാൻ ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്വം നമുക്ക് അപകടകരമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റേജ്, ഒരു പീരീഡ്, ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതപ്പതിച്ച് വളരെ രൂക്ഷമായി മോശമാവാം. അല്ലെങ്കിൽ എൻ്റെ പ്രത്യാശ ഭേദപ്പെട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു പുതിയ മാധ്യമ സ്വാതന്ത്ര്യ എന്താ പറയുക ഘട്ടത്തിലേക്ക് നമ്മളെ നയിക്കാൻ പറ്റുമെന്ന് നോക്കണം. നയിക്കാൻ പറ്റും. എന്തായാലും അങ്ങയുടെ ഒരു 2 വഴികൾ, ഇപ്പോൾ ഏഷ്യാനെറ്റ് സ്ഥാപകൻ, അതോടൊപ്പം തന്നെ ഏഷ്യൻ കോളേജ് സ്ഥാപകൻ, ഇന്ത്യയിലെ തന്നെ വലിയൊരു മീഡിയ സ്റ്റഡി സെന്റർ, ഇപ്പോൾ ഒരു മൂന്നാം വഴിത്തിരിവുണ്ടെങ്കിൽ ഡിജിറ്റൽ കമ്പനി നിലവിലുള്ള എൻ്റെ മകനാണ് നോക്കുന്നത്. ഫൗണ്ടറാണ്. അതെ, അത് വലിയ ഒരു ചലനം ഉണ്ടാക്കുന്ന, സോഷ്യൽ മീഡിയയിൽ വലിയ ചലനം ഉണ്ടാക്കുന്ന ഒരു ചാനലാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങയുടെ ഒരു മലയാളത്തിൻ്റെ ഒരു സ്ഫിയറിലേക്ക്, പൊതു സ്ഫിയറിലേക്ക് എങ്ങനെയാണ് ഇനി അങ്ങ് വരാൻ ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോ ഞാൻ മലയാളം തന്നെ നന്നായിട്ടില്ലേ? നന്നായി മോശപ്പെട്ട എന്ന് പറയില്ല. ഇതൊന്നും എനിക്ക് ഒരു 5 കൊല്ലം 10 കൊല്ലം മുമ്പൊന്നും എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല. പണ്ട് അന്ന് ആദ്യം ശശി തരൂർ വന്ന് സംസാരിച്ചു. ഇപ്പൊ അതൊക്കെ മാറി. ശശി തരൂരുമായിട്ട് എനിക്ക് ബൈ ദ വേ ഈസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. ഇതൊക്കെയാണെങ്കിൽ നമ്മള് ഐഡിയോളജിക്കലായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ശശി തരൂരിനെ കാണുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫെസ്റ്റിവലിന് ഡിബേറ്റിങ്ങിന് പോയി. ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിനും ശശി തരൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിനും ബോംബെ IIT-യിൽ മൂഡ് ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ട് എല്ലാ കൊല്ലം. അപ്പോൾ ഞങ്ങളാണ് ഡിബേറ്റിങ്ങിന് ഞങ്ങളാണ് ഫൈനലിസ്റ്റ്. അവസാനം ഫൈനലിസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ രണ്ടുപേരും ടൈ ആയി. അപ്പോൾ ഒരു ടൈ ബ്രേക്കറിന് വീണ്ടും ഒരു എക്സ്റ്റംപോർ ഡിബേറ്റ്. അപ്പോൾ ഒരു വിഷയം അപ്പം അതിൽ വീണ്ടും ടൈ ആയി. എന്നിട്ട് അവർക്ക് മാൻ ഓഫ് ദ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തു. ആദ്യമായിട്ടാണ്. അതിന് മുമ്പ് എല്ലാവരും ഒരാൾക്ക് കൊടുക്കുള്ളൂ. അവർക്ക് നിവർത്തിയില്ല. ടൈ അതെ, അങ്ങനെയാണ് ഞാൻ അങ്ങനെ പരിചയപ്പെട്ടത്. ഗുഡ് ഫ്രണ്ട്സ്. അതിന് ശേഷം ഇപ്പോഴും ഇടയ്ക്ക് അങ്ങനെ കാണാറില്ല, പക്ഷെ വി ആർ ഇൻ ടച്ച്. അപ്പോൾ ശശി തരൂരിന് പക്ഷെ മലയാളം ഇപ്പോൾ ഐ തിങ്ക് ഈസ് മലയാളം നന്നായി. കാരണം സജീവമായി പൊളിറ്റിക്സിലേക്ക് നിവർത്തിയില്ല എന്നുള്ള ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അതായത് ഇനിയിപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക സമയങ്ങളാണ് ഇനി 8 മാസങ്ങൾ. അതായത് 2 തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. നമ്മുടെ മീഡിയ ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല. ഇപ്പോൾ കാരണം അനുനിമിഷം മാറിക്കൊണ്ടേയിരിക്കുന്നു. AI ടൂൾസുകൾ, അത്തരം ആപ്പുകൾ അങ്ങനെയൊക്കെയായി വന്ന് എന്താവും നമ്മുടെ മീഡിയയുടെ സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഈ കേരളത്തിലൊരു മീഡിയയെ പ്രത്യേകിച്ച് LDFിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ പറയുന്നത് ഇവരൊക്കെ LDF സർക്കാരിനെതിരെ ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവരൊക്കെ അവിടെ, അതായത് കേന്ദ്ര സർക്കാരും അവരോടൊക്കെ അവിടെ എത്തുമ്പോൾ അവരൊക്കെ ഇതിൻ്റെ സർക്കാരിൻ്റെ ഭാഗമാവുകയും ഇവിടെ എത്തുമ്പോൾ LDF സർക്കാരിനെതിരെ ആവുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട ഈ ഒരു നമ്മുടെ ഫെഡറൽ മൂല്യങ്ങൾക്കൊക്കെ എതിരാകുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കൊക്കെ എതിരെ ശബ്ദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മുടെ ഒരു മാധ്യമ മേഖല എന്ത് നിലപാടായിരിക്കും എടുക്കുക
എന്നതിനെ കുറിച്ചൊക്കെ? എനിക്കത് നിങ്ങളെ പറ്റി തന്നെ ഊഹിക്കാനേ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇടത് സർക്കാരിൻ്റെ എന്താ പറയുക, അവരുടെ റെക്കോർഡ് താരതമ്യേന നല്ലതാണെന്നുണ്ട്. കാരണം ഒരുപാട് സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പലതിലും അല്ലെങ്കിൽ മിക്കവാറിലും അതിൽ ബീൻ സക്സസ്ഫുൾ. ജനങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ഇലക്ഷൻ വരുമ്പോഴാണ് ജനങ്ങൾ ആലോചിച്ച് തിരിച്ചറിയുക ഇന്നെന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത സർക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ പങ്കാളിത്തമുള്ളൊരു സർക്കാരാണ്. ജനങ്ങൾക്ക് വേണ്ടി പണ്ട് തൊട്ടേ VS തൊട്ട് ഇപ്പോൾ പിണറായി ഉണ്ടെങ്കിൽ പോലും പിണറായിയുടെ സമയത്ത് പോലും അത് വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ട പോലെ തിരിച്ചറിയാൻ അവരിൽ എത്തിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മാധ്യമങ്ങളെ പൊതുവെ കുറ്റപ്പെടുത്താം. പക്ഷെ അത് ഈ ഇടത് സർക്കാരിൻ്റെ ഒരു ദൗത്യമായിട്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അത് അവരുടെ കയ്യിൽ ഒതുങ്ങിയതാണോ അറിയില്ല. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലായിരിക്കും ഇതിൻ്റെ ഒരു വലിയൊരു പ്രചരണം നടക്കേണ്ടത്. കാരണം നമ്മുടെ ചെറുപ്പക്കാർക്കാണല്ലോ ഇത് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാൻ ഞാനിപ്പോൾ കാണുന്നത് ഇടതുപക്ഷത്ത് തന്നെ അതിൻ്റെ ഒരു ചലനങ്ങൾ കാണുന്നുണ്ട്. ഒരു പുതിയ അവരുടെ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസം കാണുന്നുണ്ട്, ഡിജിറ്റൽ മീഡിയ. അത് ബിജു ശ്രദ്ധിച്ചു കാണും, അത് സജീവമായിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ മറ്റു സൈഡിൽ ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു ശൃംഖലയാണ്, ഒരു ആക്സിസ് ഓഫ് പവേഴ്സ് ആണ്. അവർക്ക് സെൻറ്ററിനോട് അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കാം. പക്ഷെ ഇതിൽ ഒത്തുതീർന്ന് ഈ പറഞ്ഞ പോലെ ഇത് കഴിച്ചിട്ടാവാം അടുത്തതെന്നുള്ള രീതിയിലാണ്. പക്ഷെ അവർക്ക് അതിൻ്റെ പണത്തിൻ്റെ സ്വാധീനം ഉണ്ടാവും. അവർക്ക് ഈ പറഞ്ഞ പോലെ ദേ മേ ഹാവ് ഗ്രേറ്റ്, എനിക്കറിയില്ല, ബട്ട് ഐ എം ഇമാജിനിങ് സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണം. പക്ഷേ ഇതുകൊണ്ടൊന്നും ജനങ്ങൾ ഈ മാധ്യമത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഒരു ഗവൺമെൻറ്റിനെ എടുക്കുന്നതെങ്കിൽ ഇടതുപക്ഷം ഇവിടെ പണ്ടേ വരില്ല. അല്ലേ, അന്ന് തന്നെ ലിബറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ പത്രങ്ങൾ കാട്ടിക്കൂട്ടി നമുക്ക് വിമോചന സമരം എന്ന് പറഞ്ഞ കാട്ടി, അത് അതിൻ്റെ ഒരു പുതിയ അവതാരമായിരിക്കും ഇത്. വിമോചന സമരം അല്ലായിരിക്കും അതിൻ്റെ പേര്. അതുകൊണ്ട് ജനങ്ങൾ അന്ന് വേറെ മാധ്യമങ്ങളൊന്നുമില്ല, എന്നിട്ട് പോലും ജനങ്ങൾ അത് വിശ്വസിച്ചില്ലല്ലോ. അവർക്ക് മനസ്സിലായി അവർ കാണുന്നില്ല, പ്രത്യക്ഷമായി കാണുന്നില്ല, അല്ലെങ്കിൽ അനുഭവിക്കുന്നതല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സർക്കാരിനെതിരായിട്ട് ഈ ഇലക്ഷൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു റെക്കോർഡ് മൂന്നാമത്തെ ടേമിനുള്ള ഒരു പുറപ്പാടാണ്. അതിൽ ഇത് സക്സീഡ് എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, മൂന്നാം LDF സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഓൾമോസ്റ്റ് ഇനി ഒരു 8 മാസം ഉണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ വലിയ പാഴ്ചകൾ നടത്തിയില്ലെങ്കിൽ, നമ്മൾ തന്നെ സ്വയം ഇല്ലാണ്ടാക്കിയിട്ടില്ലെങ്കിൽ മുന്നോട്ട് വരും. വളരെ സന്തോഷം സാർ. ഇങ്ങനെ ഭാസ്കര മാസ്റ്ററുടെ ഒക്കെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ നമുക്ക് സംസാരിക്കാനായത് വളരെ സന്തോഷം. താങ്ക് യു.